നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് വിഷുവിന് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാറുള്ള വിഷുക്കട്ടേന്റെ റെസിപ്പിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. വിഷുക്കട്ട എന്താണെന്ന് ഇതുവരെ കേൾക്കാത്തവർക്കും കഴിക്കാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വിഷുക്കട്ട ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടു നോക്കിയിട്ട് വരാം. ഈ ഒരു വിഷുക്കട്ട നമ്മൾ ഉണക്കലരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഉണക്കലരി തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 1.5 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അധികം വലിപ്പമില്ലാത്ത തേങ്ങയാണ്, അതുകൊണ്ടാണ് 1.5 മുറി എടുത്തത്. വലിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങയൊക്കെ എടുത്താൽ മതിയാകും. ഇനി ഇത് ചിരകിയെടുക്കണേ. ചിരകിയെടുത്ത് തേങ്ങയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഇത് ചിരകിയെടുത്തപ്പോൾ ഒരു 3 കപ്പ് തേങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 കപ്പോ 3 കപ്പോ തേങ്ങയായാലും കുഴപ്പമൊന്നുമില്ല. തേങ്ങാപ്പാൽ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും അങ്ങനെ. അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അരിപ്പയെ കൂടി അങ്ങ് പിഴിഞ്ഞെടുക്കാം. അപ്പൊ നമുക്ക് നല്ല കട്ടിയുള്ള 1-ാം പാൽ കിട്ടെ 1 കപ്പ് കിട്ടിയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇപ്പൊ കിട്ടിയിരിക്കുന്ന തേങ്ങാപ്പീരയിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് 2-ാം പാൽ പിഴിഞ്ഞെടുക്കുക കേട്ടോ. നമുക്ക് മൊത്തത്തിലൊരു 5 കപ്പ് 2-ാം പാൽ വേണം. അപ്പൊ ഞാനിത് പിഴിഞ്ഞെടുത്തിട്ട് 5 കപ്പ് 2-ാം പാൽ എടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇത് നമുക്ക് അരി കഴുകിയെടുക്കണേ. 1 കപ്പ് ഉണക്കലരിയാണ് എടുത്തിട്ടുള്ളത്. 200 ഗ്രാം ഉണക്കലരിയാണ്. ഇതൊരു 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു അടി കെട്ടിയുള്ള ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. അടി കെട്ടിയുള്ള ഏത് പാത്രമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് നമ്മളിപ്പോൾ നേരത്തെ പിഴിഞ്ഞു വെച്ചിരുന്ന 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 5 കപ്പ് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ പാലൊന്ന് തിളച്ച് വന്നോട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇപ്പൊ കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. 2-ാം പാലായതുകൊണ്ട് പാത്രത്തിന്റെ അടിയിലേക്ക് പിടിക്കൊന്നുമില്ല കേട്ടോ. കൂടുതൽ പാലുണ്ടല്ലോ. എന്നാലും ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുക്കണേ. വീണ്ടും അടച്ചു വെച്ചിട്ട് വീണ്ടും വേവിക്കാം. ഞാൻ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയപ്പോൾ വെന്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുകയാണ്. കുറച്ചു നേരം കൂടെ കഴിയുമ്പോഴേക്കും ഒന്നും കൂടി ഒന്ന് തുറന്നു നോക്കിയിട്ട് നോക്കുമ്പോഴേക്കും ഇതൊരു 3/4 ഭാഗമൊക്കെ വെന്തിട്ടുണ്ട്. ഉള്ളരി നന്നായിട്ട് ഉടഞ്ഞു കിട്ടുന്നുണ്ട്. പക്ഷെ നന്നായിട്ട് വെന്തിട്ടില്ല. 3/4 ഭാഗമൊക്കെ വെന്തിട്ടുള്ളൂ. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് വെക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് കൂടിപ്പോകരുത് കേട്ടോ. ഒട്ടും കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ വിഷുക്കട്ട അത്ര നന്നായിട്ട് വരില്ല. അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ചിടുക, എന്നിട്ട് മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്താൽ മതി. ഇപ്പോൾ അരി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന പാലൊക്കെ വറ്റിയും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കണം. കട്ടി തേങ്ങാപ്പാല്. 1-ാം പാല് നമ്മൾ ചേർക്കുന്നതിന് മുൻപായിട്ട് അതിലേക്ക് കുറച്ച് ജീരകം ചതച്ചത് ചേർക്കാം. 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. രണ്ടും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പൊടികൾ നമുക്ക് വേണമെങ്കിൽ നേരിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ ഇതേപോലെ പാലിൽ കലക്കി ചേർക്കുകയാണെങ്കിൽ പൊടി എല്ലാ ഭാഗത്തേക്കും എത്തിക്കോളുമല്ലോ. മിക്സ് ചെയ്യാൻ നമുക്ക് എളുപ്പമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. ഇനി പാലിൽ കിടന്നിട്ട് ഈ ചോറൊന്നും കൂടി ഒന്ന് വെന്ത് വന്നോട്ടെ. 1-ാം പാലിപ്പോൾ ഒഴിച്ചു കഴിഞ്ഞല്ലോ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിലേക്ക് പിടിക്കും. ഇതിലിപ്പോൾ പാലിന്റെ അളവ് കുറഞ്ഞല്ലോ. അപ്പോൾ പെട്ടെന്ന് അടിയിൽ പിടിക്കും. നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ വിഷുക്കട്ടയായിട്ട് മുറിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിലെ വെള്ളം നന്നായിട്ട് അങ്ങ് വറ്റി വരണേ. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റ് ഒക്കെ വഴറ്റിയെടുക്കുമ്പോഴേക്കും ചോറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇതിനി നമുക്ക് ചൂടോടുകൂടി തന്നെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. എണ്ണ അതല്ലെങ്കിൽ നെയ്യ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ നമുക്ക് വാഴയിലേന്റെ ആ രുചി വിഷുക്കട്ടയിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്ലേറ്റിലേക്ക് ആദ്യം വാഴയില വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ എണ്ണ തടവിയിട്ട് അതിന് മുകളിലേക്ക് നമുക്കിത് ചൂടോടുകൂടിയിട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് മുഴുവൻ ഞാൻ ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ വേറെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊരു പരന്ന കയ്യിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അമർത്തി പരത്തിയെടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒരേ കനത്തിൽ അങ്ങ് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം തണുത്ത് വരട്ടെ. ഇപ്പൊ തന്നെ നമ്മൾ മുറിച്ചെടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോവുകയുള്ളൂ. നന്നായിട്ട് തണുത്ത് വരട്ടെ. എന്നിട്ട് മുറിക്കാം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇതിന്റെ കൂടെ കഴിക്കാനുള്ള ശർക്കരപ്പാനി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. 3 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 175 ഗ്രാം ഉണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഉരുക്കി വരാൻ വേണ്ടിയിട്ടൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശർക്കര ഇപ്പോൾ പൊട്ടിക്കാണ്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്നൊന്ന് ഉരുക്കി കിട്ടാൻ വേണ്ടിയിട്ടൊരു അടപ്പ് വെച്ചിട്ട് അടച്ചു വെക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോഴേക്കും ശർക്കര ഉരുക്കിയിട്ടുണ്ടാവുക. നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഒന്ന് കുറുക്കിയെടുക്കാം.
ഈ ഒരു ശർക്കരപ്പാനി ഇച്ചിരി ഒന്ന് കുറുകിയിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിഷുക്കട്ടൻ്റെ മുകളിലേക്ക് ഒഴിക്കുമ്പോഴേക്കും അത് പല വഴിക്ക് അങ്ങ് ഒഴുകി പോകും. അപ്പോൾ ഇതൊന്ന് കുറുകി വന്നോട്ടെ. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ വീതം ചുക്ക് പൊടിച്ചതും ജീരകം ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ വിഷുക്കട്ട ഉണ്ടാക്കിയപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നില്ലേ, അതേപോലെ തന്നെ ഈ ഒരു ശർക്കരപ്പാനിയിലേക്കും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഇത് ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ കുറുകി പോകണ്ട. ശർക്കരയിൽ എന്തെങ്കിലും കരടുണ്ടെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് ഇതൊന്ന് അരിച്ചും കൂടി എടുക്കാം. ഈ ഒരു ശർക്കരപ്പാനി തണുക്കുമ്പോഴേക്കും ഇത് കുറച്ചും കൂടി ഒന്ന് കുറുകി വന്നോളേ. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ തണുക്കാനായിട്ട് വെച്ചിരുന്ന വിഷുക്കട്ട ഉണ്ടല്ലോ, അത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അതൊന്ന് മുറിച്ചും കൂടെ നോക്കാം. ചെറിയ സ്ക്വയർ ആയിട്ട് മുറിച്ചെടുക്കാം. നമ്മൾ കടലമുട്ടായൊക്കെ മുറിച്ചെടുക്കില്ല, ആ ഒരു രീതിയിൽ തന്നെ ഇതും അങ്ങ് മുറിച്ചെടുക്കാം. നീളത്തിൽ മുറിക്കുക, തിരിച്ചു പിടിച്ചിട്ട് വീണ്ടും അങ്ങ് നീളത്തിൽ അങ്ങ് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് പ്ലേറ്റിൽ നിന്ന് ഇളക്കിയെടുക്കാം. നമ്മളിതിൽ വെള്ളം നന്നായിട്ട് വറ്റിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ പ്ലേറ്റിലേക്ക് വെച്ചതിന് ശേഷം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതുകൊണ്ട് വിഷുക്കട്ടയൊന്നും പൊട്ടിപ്പോകാതെ തന്നെ നമുക്ക് പ്ലേറ്റിൽ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റും. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണക്കലരി തേങ്ങാപ്പാലിൽ വെന്ത് വരുമ്പോൾ നല്ലൊരു രുചിയല്ലേ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. അതല്ലെങ്കിൽ നമുക്കിത് ശർക്കരപ്പാനി കൂട്ടിയിട്ടും കഴിക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്നൊന്ന് കാണിക്കാം. ഇപ്പൊ നമ്മൾ മുറിച്ച് വെച്ച വിഷുക്കട്ടയിൽ 3-4 എടുക്കുക. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. പൊതുവേ നമ്മൾ വിഷുക്കട്ട ശർക്കരപ്പാനി കൂട്ടിയിട്ടാണ് കഴിക്കുക. ഇത് കൂട്ടി തന്നെ കഴിക്കണം എന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നമുക്ക് വേറെ തീയൽ കൂട്ടിയിട്ടോ മാങ്ങക്കറി കൂട്ടിയിട്ടൊക്കെ നമ്മൾ വിഷുക്കട്ട കഴിക്കാറുണ്ട്. എണ്ണയൊന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വിഭവമാണ് വിഷുക്കട്ട. വിഷുവിന്റെ അന്ന് രാവിലെ ഈ ഒരു ഭക്ഷണമാണ് ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ വിഷുക്കട്ട ഇതുവരെ കഴിക്കാത്തവരും കേൾക്കാത്തവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് താഴെ എഴുതണം. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അതിന്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കണ്ടില്ലേ, അതും അതിലെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കോളൂ. അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.